ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഹോർനെറ്റ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യണം. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബ്രേക്ക്, അതുപോലെ അതിൻ്റെ ചെയിൻ, എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലെ ഡിസ്കൊക്കെ നോക്കി, ഡിസ്കിൻ്റെ പാഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, മാക്സിമം ഉപയോഗിക്കാനുണ്ട്. അത് ഡിസ്ക് പാഡൊക്കെ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ചെയിന് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് ലൂബ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ചെയിൻ നമുക്കത് ഡീസലിട്ടിട്ട് വേണം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ചെയിൻ നമുക്ക് ഫുള്ളായിട്ട് വാഷ് ചെയ്ത് ഡീസലിട്ട് വാഷ് ചെയ്യാൻ ഏകദേശം നമുക്ക് 100 രൂപ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 200 രൂപയാണ് വാഷിങ്ങിന് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവർ ചെയിനും വാഷ് ചെയ്ത് തരും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത് കേട്ടോ. ചെയിൻ മാത്രം ഡീസലിട്ട് വാഷ് ചെയ്യുന്നതിന് ഏകദേശം ഒരു 100 രൂപ അടുത്ത് മേടിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്കത് തണുത്തയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. അടുത്ത സർവീസിൽ നമുക്ക് ഈ എയർ ഫിൽറ്ററും അതുപോലെ തന്നെ അതിൻ്റെ ഈ പ്ലഗ് നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ. കാരണം നമുക്ക് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാറ്ററി ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. അതുപോലെ ബാറ്ററി പോലെ കംപ്ലൈൻറ്റ് ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.96 ലെവലിക്ക് വോൾട്ട് കാണിക്കുന്നില്ല. ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററി വരെ കംപ്ലൈൻറ്റ് ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കണം. ബാറ്ററിക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി ഓക്കെയാണ്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു. നിലവിൽ നോക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നിലവിൽ ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്കത് അയക്കണമെന്നില്ല. പിന്നെ ഫ്രണ്ട് ഡിസ്ക് പാഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് നമുക്കത് മാറ്റാറായിട്ടുണ്ട്, മാക്സിമം ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സർവീസ് വരെ ഓടില്ല. ഇനി നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാഡ് ഈ പ്ലേറ്റിൽ കയറി വരാൻ തുടങ്ങും. അപ്പോൾ ആ പ്ലേറ്റും കൂടി കംപ്ലയിൻറ്റ് വരും. അപ്പോൾ കയ്യോടെ നമുക്ക് ഡിസ്ക് പാഡ് മാറ്റുന്നതായിരിക്കും നല്ലത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഒരല്പം ലെവൽ കുറവുണ്ട്. അപ്പോൾ ആ കുറവുള്ളതൊന്ന് ടോപ്പ് അപ്പ് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ വേറെ പറയുന്നത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത് ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. വാഷിംഗ് അടക്കമുള്ള എസ്റ്റിമേറ്റ്. അത് വാഷിംഗ് ഏത് രീതിയിലാണ് ചെയ്യുന്നത് വെച്ചൊന്ന് പറഞ്ഞാലും മതി. മാത്രം ക്ലീൻ ചെയ്താൽ വിളിച്ചാൽ അങ്ങനെ ചെയ്യാം. വാഷിംഗ് ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.